മിഥുനമാസത്തിലെ ഇളം വെയിൽ മുറ്റത്തെ തുളസിത്തറയിൽ വീണ് തിളങ്ങുമ്പോഴാണ് വടക്കേടത്തെ തറവാടിന്റെ പൂമുഖത്ത് മാധവൻപിള്ള ചാരുകസേരയിൽ അലസമായി കിടന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷവും വെളുത്ത മുണ്ടും മേൽമുണ്ടും ധരിച്ച പിള്ളയുടെ രൂപത്തിന് ഒരു നാട്ടുരാജാവിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. തലമുറകളായി കൈമാറി വന്ന സമ്പത്തും നാട്ടുകാരുടെ ബഹുമാനവും ആ മുഖത്ത് അഹങ്കാരത്തിന്റെ ചെറിയൊരു പുഞ്ചിരി വിരിയിച്ചു. ഉമ്മറത്തെ തൂണുകൾക്കപ്പുറം വിശാലമായ മുറ്റത്തേക്ക് നോക്കി അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി. മകൾ നന്ദന തറവാടിന്റെ ഐശ്വര്യം മാത്രമല്ല, തന്റെ അഭിമാനം കൂടിയാണവൾ. ഉന്നത ബിരുദവും ബാങ്കിലെ വലിയ ഉദ്യോഗവും അവളെ കൂടുതൽ അഹങ്കാരിയാക്കിയിട്ടുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും പിള്ളയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഗമ അവൾക്ക് ചേരുമെന്നായിരുന്നു പിള്ളയുടെ പക്ഷം. നന്ദന, നീ ഇനിയും ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ബാങ്കിൽ പോകാൻ സമയമായി, കാറ് പുറത്തിട്ടിട്ടുണ്ട്. പിള്ളയുടെ ശബ്ദം അകത്തളങ്ങളിൽ മുഴങ്ങി. നിമിഷങ്ങൾക്കകം അകത്തെ വാതിൽ തുറന്ന് നന്ദന പടിയിറങ്ങി വന്നു. പച്ചയും മെറൂണും കലർന്ന പട്ടുസാരിയുടെ ഞൊറികൾക്കിടയിൽ സ്വർണ്ണ ആഭരണങ്ങൾ തിളങ്ങി. മുടി തോളിലൂടെ അലസമായി മുന്നിലേക്കിട്ടിരിക്കുന്നു. കണ്ണുകളിൽ എഴുതിയ കറുപ്പിനേക്കാൾ തെളിച്ചം അവളുടെ നോട്ടത്തിനുണ്ടായിരുന്നു. സൗന്ദര്യത്തിനൊപ്പം തറവാടിത്തത്തിന്റെ ഒരു ഗർവ് അവളുടെ ഓരോ ചുവടുവെപ്പിലും പ്രകടമായിരുന്നു. അച്ഛാ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് തിരക്കുണ്ട്, വരാൻ വൈകും. ബ്രാഞ്ച് മാനേജറുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, അവൾ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു. പിള്ള മീസ പിരിച്ചുകൊണ്ട് ചിരിച്ചു. നീ ഉദ്യോഗസ്ഥയല്ലേ മോളെ, തിരക്കുകൾ സ്വാഭാവികം. നിന്നെപ്പോലെ മിടുക്കിയായ ഒരു പെൺകുട്ടിക്ക് തിരക്കില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷെ എന്റെ മോൾക്ക് ചേരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അല്ലാതെ ഏതെങ്കിലും ക്ഷുദ്രജീവികളെ ഇങ്ങോട്ട് കയറ്റില്ല. നമ്മുടെ തറവാടിന്റെ മഹിമയ്ക്ക് കോട്ടം തട്ടാത്ത നിന്റെ പദവിക്കൊത്തൊരുത്തൻ, അതായിരിക്കും എന്റെ മരുമകൻ. നന്ദന അത് കേട്ടൊന്ന് ചിരിച്ചതേയുള്ളൂ. ആ ചിരിയിലൊരു മറുപടി ഉണ്ടായിരുന്നു. തന്റെ സൗന്ദര്യത്തിനും പദവിക്കുമൊത്ത തന്നെപ്പോലെ പെർഫെക്റ്റ് ആയ ഒരാളെ മാത്രമേ താനും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന മൗനസമ്മതം. അവൾ കാറിലേക്ക് കയറുമ്പോൾ പിള്ള അഭിമാനത്തോടെ അത് നോക്കി നിന്നു. ഞായറാഴ്ചയുടെ ഉച്ചയൂണ് കഴിഞ്ഞ് ആലസ്യം നിറഞ്ഞ അന്തരീക്ഷം. വടക്കേടത്തെ ഗേറ്റ് കടന്ന് ബ്രോക്കർ കുട്ടൻപിള്ള വരുന്നത് മാധവൻപിള്ള ദൂരെ നിന്നേ കണ്ടു. കൂടെ രണ്ട് അപരിചിതരും, ഒരാൾ മധ്യവയസ്കൻ, മറ്റേയാൾ സാമാന്യം നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ. പിള്ളേച്ചാ, ഇരിക്കാൻ സുഖമല്ലേ? കുട്ടൻപിള്ള ഉമ്മറത്തേക്ക് കയറി. കൂടെ വന്നവർ ഭവ്യതയോടെ താഴെ നിന്നു. ഇത് അച്യുതൻ നായർ, പാലക്കാട്ടെ വലിയ ബിസിനസ്സുകാരാണ്. മകൾക്ക് പറ്റിയ നല്ലൊരു ആലോചനയുമായാണ് വന്നിരിക്കുന്നത്, കുട്ടൻപിള്ള ആമുഖമായി പറഞ്ഞു. മാധവൻപിള്ള അവരെ അടിമുടിയൊന്നു നോക്കി. ലളിതമായ വേഷം. അച്യുതൻ നായരുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ സുധി വിനയത്തോടെ കൈകൂപ്പി. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ശാന്തതയും ഉണ്ടായിരുന്നു. കേറിയിരിക്കെ, പിള്ള ഗൗരവത്തോടെ പറഞ്ഞു. ഉമ്മറത്തേക്ക് കയറാനായി സുധി പടവുകൾ കയറിയപ്പോഴാണ് പിള്ള ആ കാഴ്ച കണ്ടത്. സുധിയുടെ വലതുകാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട്. നടക്കുന്നതിനിടയിൽ അവൻ ചെറുതായി ഒന്ന് മുടന്തുന്നുണ്ട്. പിള്ളയുടെ മുഖം പെട്ടെന്ന് കറുത്തു. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കുട്ടൻപിള്ളേ, പിള്ളയുടെ ശബ്ദമുയർന്നു. നീ എന്റെ മകൾക്ക് ആലോചന കൊണ്ടുവന്നത് ഈ മുടന്തനെയാണോ? വടക്കേടത്ത് മാധവൻപിള്ളയുടെ ഏക മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് ഇവനെപ്പോലെ വല്ല ബിസിനസ് നടത്തി നടക്കുന്ന മുടന്തന്മാർക്കല്ല, നല്ല അന്തസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്. എനിക്ക് പണവും പ്രതാപവും വേണ്ടുവോളമുണ്ട്. കുറവുകളുള്ളവരെ എന്റെ മകൾക്ക് വേണ്ട. ആ അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് അച്യുതൻ നായർ തിറച്ചുപോയി. അപമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം വിളറി. പിള്ളേച്ചാ, എന്റെ മകനെപ്പറ്റി അദ്ദേഹം എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പിള്ള കൈ ഉയർത്തി തടഞ്ഞു. ഒന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിക്കൊള്ളണം എന്റെ പറമ്പിൽ നിന്ന്. അച്യുതൻ നായരുടെ കണ്ണു നിറഞ്ഞു. പക്ഷെ സുധി അച്ഛന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവന്റെ മുഖത്ത് ദേഷ്യമായിരുന്നില്ല, മറിച്ച് അഹങ്കാരത്തിൽ കണ്ണു കാണാതായ ആ വൃദ്ധനോടുള്ള സഹതാപമായിരുന്നു. വേണ്ട അച്ഛാ, നമുക്ക് പോകാം, സുധി ശാന്തമായി പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ വിറയിലില്ലായിരുന്നു. അവൻ പിള്ളയുടെ മുഖത്തേക്ക് നോക്കി. അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത് എന്നീ കാരണവർ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെനിക്കാണോ ഇവർക്കാണോ എന്ന് കാലം തെളിയിക്കട്ടെ. ആ വാക്കുകൾക്കൊരു ശാപത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. അവർ പടിയിറങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ അച്യുതൻ നായരുടെ മൂത്ത മകൻ ജയനുവേണ്ടിയുള്ള ആലോചനയായിരുന്നു അത്. സുധി അച്ഛനെ അനുഗമിച്ചു എന്നേയുള്ളൂ. പക്ഷെ ചോദിക്കാനും പറയാനും നിൽക്കാതെ മാധവൻപിള്ള ആ അവസരം കളഞ്ഞു. ആ തെറ്റിദ്ധാരണ വരാനിരിക്കുന്ന കൊടുങ്കാട്ടിന്റെ തുടക്കമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം അതേ ബ്രോക്കർ കുട്ടൻപിള്ള വീണ്ടും വന്നു. ഇത്തവണ കൂടെ ഉണ്ടായിരുന്നത് അച്യുതൻ നായരും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ജയനുമായിരുന്നു. ജയനെ കണ്ട മാത്രയിൽ മാധവൻപിള്ളയുടെ കണ്ണുകൾ വിടർന്നു. സുന്ദരൻ, നല്ല നിറം, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ലേബൽ. വർത്തമാനത്തിൽ നിറയെ പ്രശംസകളും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വർണ്ണശബളമായ സ്വപ്നങ്ങളുമായിരുന്നു. എന്നാൽ ആ വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച സ്വാർത്ഥതയോ ആഴമില്ലായ്മയോ നന്ദന കണ്ടില്ല.
അവൾ നോക്കിയത് അവന്റെ പുറംമോടി മാത്രമായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളെ കിട്ടിയതിന്റെ സന്തോഷം അവളിൽ നിറഞ്ഞു. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. ഫോൺ വിളികളും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളും അവരുടെ പ്രണയത്തെ വളർത്തി. പക്ഷേ ആ പ്രണയത്തിന് വേരുകളില്ലായിരുന്നു. അത് പണത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വളക്കൂറിൽ മാത്രം തഴച്ചു വളർന്ന ഒരു അലങ്കാരച്ചെടി മാത്രമായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിനു മുന്നോടിയായി വടക്കേടത്ത് തറവാട് ആഘോഷങ്ങളിൽ മുങ്ങി. വടക്കേടത്തെ തറവാട് ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. വിവാഹത്തിനിനി വെറും 2 ആഴ്ച മാത്രം. ചുവരുകൾക്ക് പുതിയ പെയിന്റടിച്ചു. പന്തലിനുള്ള മുളകൾ മുറ്റത്തെത്തി. നന്ദനയുടെ മുഖത്ത് വെളിച്ചം കൂടിയതുപോലെ തോന്നി. വിവാഹത്തിനുള്ള പട്ടുസാരികളും സ്വർണവും തിരഞ്ഞെടുക്കുന്ന തിരക്കുകൾക്കിടയിലും ഓഫീസിലെ ലീവ് അപേക്ഷകൾ ശരിയാക്കാൻ അവൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അമ്മേ, ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വരാം. ജയൻ അപ്പോഴേക്കും ഇങ്ങോട്ട് വരും. സാരി സെലക്ട് ചെയ്യാൻ നമുക്ക് ഒരുമിച്ചു പോകാം. സ്കൂട്ടറിന്റെ താക്കോലെടുത്തിറങ്ങുമ്പോൾ നന്ദന വിളിച്ചു പറഞ്ഞു. സൂക്ഷിച്ചു പോണേ മോളെ. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. പക്ഷെ ആ വാക്കുകൾക്ക് വിധിയെ തടുക്കാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. നഗരത്തിലേക്കുള്ള തിരക്കേറിയ റോഡ്. വിവാഹ സ്വപ്നങ്ങളിൽ മുഴുകി സ്കൂട്ടർ ഓടിക്കുമ്പോൾ നന്ദനെ അറിഞ്ഞില്ല എതിർദിശയിൽ നിന്നും മരണം പാഞ്ഞു വരുന്നത്. ഒരു വലിയ ലോറി നിയന്ത്രണം വിട്ടു വരുന്നത് കണ്ടപ്പോൾ അവൾ വെട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. ചെവി തുളയ്ക്കുന്ന ബ്രേക്കിന്റെ ശബ്ദം, ലോറിയുടെ ടയറുകൾ ഉരയുന്ന ഗന്ധം, ഒടുവിൽ വലിയൊരിടിമുഴക്കം. സ്കൂട്ടർ റോഡരികിലെ പോസ്റ്റിലേക്ക് ഇടിച്ചു തെറിച്ചു. ചിതറിത്തെറിച്ച ചോരത്തുള്ളികൾ റോഡിലെ ടാറിന് ചുവപ്പ് നിറം നൽകി. പിന്നെയെല്ലാം അവ്യക്തമായിരുന്നു. കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോൾ കനത്ത ഇരുട്ട്. എവിടെ നിന്നോ ആംബുലൻസിന്റെ സൈറൻ. ബോധം വീഴുമ്പോൾ ആശുപത്രിയുടെ വെളുത്ത ചുവരുകളും മൂക്കിലേക്ക് തുളച്ചുകയറുന്ന മരുന്നിന്റെ ഗന്ധവും മാത്രം. ഡോക്ടർ, എന്റെ മകൾക്ക്. പുറത്ത് മാധവൻപിള്ളയുടെ ശബ്ദം വിറയ്ക്കുന്നത് അവൾ അവ്യക്തമായി കേട്ടു. ഡോക്ടർ ആഞ്ചിയോ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖം മ്ലാനമായിരുന്നു. മിസ്റ്റർ പിള്ള, ജീവന് കുഴപ്പമില്ല. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഡോക്ടർ ഒന്ന് നിർത്തി. എന്താ ഡോക്ടർ, പറയൂ. നട്ടെല്ലിന് ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ട്. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. അരയ്ക്ക് താഴേക്ക്. തൽക്കാലം ചലനശേഷി നഷ്ടപ്പെട്ടു. ഇനി എഴുന്നേറ്റ് നടക്കുമോ എന്നുറപ്പു പറയാനാകില്ല. ചിലപ്പോ ജീവിതകാലം മുഴുവൻ. ആ വാക്കുകൾ ഒരിടിത്തീ പോലെയാണ് മാധവൻപിള്ളയുടെ നെഞ്ചിൽ വീണത്. അദ്ദേഹം തളർന്ന് ഭിത്തിയിലേക്ക് ചാരി. അകത്ത് അനങ്ങാൻ കഴിയാതെ കിടന്ന നന്ദനയുടെ കണ്ണിൽ നിന്നൊഴുകിയിടങ്ങിയ കണ്ണുനീർ തലയിണയെ നനച്ചു. തന്റെ സ്വപ്നങ്ങളും അഹങ്കാരവും ആ നിമിഷം ആശുപത്രിക്കിടക്കയിൽ മരവിച്ചുപോയി. അപകടവിവരമറിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ജയനെത്തിയത്. ഓടിപ്പിടഞ്ഞെത്തുന്ന ഒരു കാമുകന്റെ വെപ്രാളമായിരുന്നില്ല അവനിൽ, മറിച്ച് അനിഷ്ടകരമായ എന്തോ ഒന്ന് നേരിടാൻ വരുന്നതിന്റെ അസ്വസ്ഥതയായിരുന്നു. ഐസിയുവിന്റെ വാതിലിനപ്പുറം ട്യൂബുകൾക്കിടയിൽ കിടക്കുന്ന നന്ദനയെ അവൻ ഗ്ലാസ്സിലൂടെ നോക്കി. അവളുടെ മുഖത്തെ മുറിവുകൾ കണ്ട് അവൻ മുഖം തിരിച്ചു. മാധവൻപിള്ള പ്രതീക്ഷയുടെ ജയന്റെ അടുത്തേക്ക് ചെന്നു. ആ പഴയ പ്രതാപമൊക്കെ അസ്തമിച്ചിരുന്നു. ജയൻ, വിഷമിക്കണ്ട, നമുക്ക് മികച്ച ചികിത്സ നൽകാം. വിദേശത്തു കൊണ്ടുപോയാലും മതി. അവൾ നടക്കും. പിള്ള ജയന്റെ കൈ പിടിച്ചു പറഞ്ഞു. ഒരച്ഛന്റെ യാചനയായിരുന്നു അത്. പക്ഷേ ജയൻ സാവധാനം കൈ പിൻവലിച്ചു. അവൻ പിള്ളയുടെ കണ്ണുകളിൽ നോക്കാതെ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നോക്കി. നോക്കൂ പിള്ളച്ച, നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം. ജയന്റെ ശബ്ദം കടുപ്പമേറിയതായിരുന്നു. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, കരിയറുണ്ട്. ഇതിനിടയിൽ കിടപ്പിലായ ഒരു രോഗിയെ നോക്കാൻ എനിക്ക് കഴിയില്ല. അത് വലിയൊരു ബാധ്യതയാകും. ബാധ്യതയോ? പിള്ള ഞെട്ടിപ്പോയി. അവളെ നീ സ്നേഹിച്ചതല്ലേ? സ്നേഹമൊക്കെ ശരിയാണ്, പക്ഷെ ജീവിതം സിനിമയല്ലല്ലോ. വികലാംഗയായ ഒരു പെണ്ണിനെ കെട്ടി ജീവിതം ഹോമിക്കാൻ എനിക്ക് പറ്റില്ല. വീട്ടിലാര് വേറെ ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്. പിള്ളച്ചൻ എന്നോട് ക്ഷമിക്കണം. അത്രയും പറഞ്ഞ് നന്ദന കിടക്കുന്ന മുറിയിലേക്ക് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ജയൻ നടന്നു നീങ്ങി. മാധവൻപിള്ള തറഞ്ഞു നിന്നുപോയി. പണവും പ്രതാപവും സൗന്ദര്യവും നോക്കി താൻ തിരഞ്ഞെടുത്ത യോഗ്യനായ മരുമകൻ തന്റെ മകൾക്ക് ഒരാപത്തു വന്നപ്പോൾ അവളെ ഉപേക്ഷിച്ചോടിപ്പോയിരിക്കുന്നു. അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ ആ ആശുപത്രി വരാന്തയിൽ തകർന്നടിഞ്ഞു. ആശുപത്രിവാസം കഴിഞ്ഞ് നന്ദന വടക്കേടത്തേക്ക് തിരിച്ചെത്തി. പക്ഷെ അത് പഴയ വീടായിരുന്നില്ല. വിവാഹ പന്തലിനായി കൊണ്ടുവന്ന മുളകൾ മുറ്റത്തെ ഒരു മൂലയിൽ ഉണങ്ങിക്കിടന്നിരുന്നു. വീടിനുള്ളിൽ മരണതുല്യമായ നിശബ്ദത. നന്ദന തന്റെ മുറിക്കുള്ളിൽ ഒതുങ്ങി. ജനലിലൂടെ പുറത്തെ ലോകത്തെ നോക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. നടക്കാൻ കഴിയാത്ത കാലുകൾ നോക്കി അവൾ മണിക്കൂറുകളോളം ഇരുന്നു. വരാൻ നിശ്ചയിച്ചിരുന്ന വിവാഹ ദിവസം കടന്നുപോയപ്പോൾ അവൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. എല്ലാം തീർന്നില്ലേ അമ്മേ?
ഇനി ഞാനൊരു ശവത്തിന് തുല്യമല്ലേ? അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു. കാണാൻ വരുന്നവരുടെ കണ്ണിലെ സഹതാപം അവളെ കുത്തി നോവിച്ചു. ചില ബന്ധുക്കൾ വന്ന് മധുരം പുരട്ടിയ വാക്കുകൾ പറയും, പക്ഷെ പുറത്തിറങ്ങിയാൽ അവർ പിറുപിറുക്കുന്നത് അവൾ കേൾക്കാം. അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാ. പാവം ആ ചെക്കൻ ജയൻ രക്ഷപ്പെട്ടു. ഇതിനെ ആര് കെട്ടാനാ? ഈ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ ഓരോ മുറിവുകളുണ്ടാക്കി. മാധവൻ പിള്ള പലപ്പോഴും മകളുടെ കട്ടിലിനരികിൽ വന്നിരിക്കും. മകളുടെ ഉണങ്ങിയ കാലുകൾ തടവിക്കൊടുക്കുമ്പോൾ ആ വൃദ്ധന്റെ കൈകൾ വിറയ്ക്കുമായിരുന്നു. എല്ലാം എന്റെ തെറ്റാ മോളെ, അദ്ദേഹം ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അന്നാ പാവൻ ചെക്കൻ, ആ സുധിയും അച്ഛനും വന്നപ്പോൾ അവരെ അപമാനിച്ചിറക്കിയില്ലേ? ആ പാവത്തിന്റെ കണ്ണുനീർ വീണതാകും എന്റെ കുട്ടിക്കിങ്ങനെ പറ്റിയത്. ബാഹ്യസൗന്ദര്യം നോക്കി ഞാൻ തെരഞ്ഞെടുത്തവൻ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മനസ്സിന്റെ സൗന്ദര്യം കാണാൻ ഈ അച്ഛന് കഴിയാതു പോയല്ലോ. പശ്ചാത്താപത്തിന്റെ തീച്ചൂളയിൽ ആ അച്ഛനും മകളും വെന്തുരുകുകയായിരുന്നു. വിധിയുടെ കണക്കുപുസ്തകത്തിൽ തെറ്റുകൾക്കുള്ള ശിക്ഷ അവർ അനുഭവിച്ചു തീർക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വടക്കേടത്തെ ജനാലകൾ മിക്കതും അടഞ്ഞുകിടന്നു. ഒരു സായാഹ്നത്തിൽ മുറ്റത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് മാധവൻ പിള്ള വരാന്തയിലേക്ക് വന്നത്. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും പിള്ളയുടെ നെഞ്ചിടിപ്പ് കൂടി. അച്യുതൻ നായർ. കൂടെ അന്ന് താൻ അപമാനിച്ചിറക്കിവിട്ട ആ ചെറുപ്പക്കാരൻ സുധി. പിള്ളയ്ക്ക് അവരെ മുഖത്തു നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കുറ്റബോധം കൊണ്ട് അദ്ദേഹം തലകുനിച്ചു. പിള്ളേച്ചാ. അച്യുതൻ നായരുടെ ശബ്ദത്തിൽ പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല. പഴയതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്റെ മൂത്ത മകൻ ജയൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്കാവില്ല. അവനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും അകറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്റെ ഇളയ മകൻ സുധിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാധവൻ പിള്ള അവിശ്വസനീയതയോടെ സുധിയെ നോക്കി. സുധിക്ക് നന്ദനയെ ഇഷ്ടമാണ്. അവൾക്ക് കാലിന് സ്വാധീനമില്ലായിരിക്കാം. പക്ഷേ മനസ്സിന്റെ നന്മയാണ് അവൻ നോക്കുന്നത്. അന്ന് പിള്ളേച്ചൻ പറഞ്ഞില്ലേ, മുടന്തുള്ളവനെ വേണ്ടെന്ന്. ഇന്നെന്റെ മകൻ ആ കുറവുകളെല്ലാം മറന്ന് കൈനീട്ടുകയാണ്. സുധി മെല്ലെ അകത്തേക്ക് നടന്നു. വീൽചെയറിൽ ജനാലയ്ക്കരികിൽ ശോഷിച്ച രൂപവുമായിരിക്കുന്ന നന്ദനയുടെ അടുത്തേക്ക് അവൻ ചെന്നു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പണ്ട് താൻ പുച്ഛിച്ചു തള്ളിയ ആ മുടന്തൻ കാലുകൾ അവൾ ശ്രദ്ധിച്ചില്ല. പകരം ആ കണ്ണുകളിലെ കാരുണ്യമാണ് അവൾ കണ്ടത്. നന്ദന, സുധി മൃദുവായി വിളിച്ചു. എന്തിനാ സുധിയേട്ടാ വീണ്ടും വന്നത്? ഞാനിപ്പോ ഒരു ബാധ്യതയാണ്. ആർക്കും വേണ്ടാത്ത, നടക്കാൻ കഴിയാത്ത ഒരു ജന്മം. അവൾ വിങ്ങിപ്പൊട്ടി. സുധി ചിരിച്ചുകൊണ്ട് തറയിലിരുന്നു. എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട് നന്ദന. എനിക്ക് നടക്കുമ്പോൾ മുടന്തുണ്ട്. നിനക്ക് തൽക്കാലം നടക്കാൻ വയ്യ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് നടന്നാലോ? എനിക്ക് വലിയ സർക്കാർ ഉദ്യോഗമില്ല. പക്ഷേ നിന്നെ പൊന്നുപോലെ നോക്കാൻ എനിക്കറിയാം. കൂടെ വരാമോ? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ജയൻ എന്ന പൂർണ്ണതയുള്ള മനുഷ്യൻ തന്നെ ചവറ്റുകുട്ടയിൽ എറിയുമ്പോലെ ഉപേക്ഷിച്ചപ്പോൾ താനൊരിക്കൽ പരിഹസിച്ച ഈ മനുഷ്യൻ തന്നെ കൈ പിടിച്ചുയർത്താൻ വന്നിരിക്കുന്നു. അവൾ മറുപടി പറയാനാകാതെ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു. മാധവൻ പിള്ള ആ കാഴ്ച കണ്ട് ഉമ്മറത്തൂണിൽ ചാരി നിന്ന് കണ്ണു തുടച്ചു. ആർഭാടങ്ങളില്ലാതെ, ചെണ്ടമേളങ്ങളില്ലാതെ ഒരു വിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് വടക്കേടത്തെ പൂമുഖത്ത് വെച്ച് സുധി നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തി. പണ്ടവൾ ആഗ്രഹിച്ച പോലെ വലിയ സദ്യയോ സ്വർണമഴയോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ വിലയുള്ള ഒന്നവിടെ ഉണ്ടായിരുന്നു: ആത്മാർത്ഥമായ സ്നേഹം. വിവാഹശേഷം മംഗലത്ത് തറവാട്ടിലേക്ക് അവരെത്തി. കാറിൽ നിന്നിറങ്ങാൻ നന്ദന പ്രയാസപ്പെട്ടു. സുധി ആരെയും കാത്തുനിന്നില്ല. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. സുധിയേട്ടാ, ആളുകൾ കാണില്ലേ? കാണട്ടെ, എന്റെ ഭാര്യയെയല്ലേ ഞാൻ എടുത്തത്. സുധി ചിരിച്ചു. പടിപ്പുര കടന്ന് സുധി അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് കയറുമ്പോൾ അവിടെ അച്യുതൻ നായരും അമ്മയും നിറഞ്ഞ കണ്ണുകളോടെ നിലവിളക്കുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. കേറി വാ മോളെ, ഇത് നിന്റെ വീടാണ്. അമ്മ സ്നേഹത്തോടെ അവളുടെ തലയിൽ കൈവച്ചു. അതേസമയം നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ ജയൻ തന്റെ പുതിയ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. പണവും സൗന്ദര്യവും നോക്കി അവൻ നടത്തിയ വിവാഹം സമാധാനമില്ലാത്ത ഒരിടമായി മാറിയിരുന്നു. പക്ഷേ നന്ദന അതൊന്നും അറിഞ്ഞില്ല. അവൾ സ്നേഹത്തിന്റെ സുരക്ഷിതമായ കൈകളിലായിരുന്നു. സുധിയുടെ സ്നേഹം നന്ദനയ്ക്ക് വെറുമൊരു സാന്ത്വനമായിരുന്നില്ല. അത് അവളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്ന മരുന്നായിരുന്നു. അവൻ അവൾക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല, നല്ലൊരു തോഴനും വൈദ്യനും കൂടിയായിരുന്നു. ഓരോ ദിവസവും രാവിലെ സുധി അവൾക്ക് വ്യായാമങ്ങൾ ചെയ്തുകൊടുക്കും. കാലുകളിൽ എണ്ണയിട്ട് തിരുമും. അവൾ മടുപ്പ് കാണിക്കുമ്പോൾ അവൻ ശാസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എനിക്ക് വയ്യ സുധിയേട്ടാ, ഇത് ശരിയാകില്ല, അവൾ പലപ്പോഴും തളർന്നു പറഞ്ഞു. അങ്ങനെ പറയരുത്. നിനക്ക് നടക്കാൻ കഴിയും. നമ്മൾ തോറ്റുകൊടുക്കരുത്. എന്റെ മുളന്തൻ കാലിന് താളമാവാൻ നിന്റെ കാലുകൾക്ക് ബലം വെച്ചേ പറ്റൂ, സുധി തമാശ രൂപേണ പറയും.
അവന്റെ ആത്മവിശ്വാസം സാവധാനം അവളിലേക്ക് പകർന്നു. ഫിസിയോതെറാപ്പിയുടെ വേദനകൾ അവൾ കടിച്ചുപിടിച്ച് സഹിച്ചു. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു ദിവസം അവൾ അത്ഭുതം കാട്ടി. സുധിയുടെ കൈകളിൽ പിടിച്ച് വിറയ്ക്കുന്ന കാലുകൾ തറയിൽ ഉറപ്പിച്ചവൾ എഴുന്നേറ്റ് നിന്നു. സുധിയേട്ടാ, ഞാൻ നിൽക്കുന്നു, അവൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു. സുധിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. എനിക്കറിയാമായിരുന്നു, എന്റെ നന്ദന് തിരിച്ചുവരുമെന്നെനിക്കറിയാമായിരുന്നു. ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ സ്നേഹമെന്നത് വീഴ്ചകളിൽ താങ്ങായി നിൽക്കുന്നതാണ്, അല്ലാതെ ഉയരങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്നതല്ല. സുധിയുടെ സ്നേഹത്തിന്റെ കരുത്തിൽ നന്ദന എന്ന ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. 2 വർഷമെന്ന കാലയളവ് മംഗലത്ത് തറവാട്ടിലും വടക്കേടത്തും വരുത്തിയ മാറ്റങ്ങൾ വലുതായിരുന്നു. അന്ന് മംഗലത്ത് തറവാട്ടിൽ ഒരു വലിയ കുടുംബസംഗമം നടക്കുകയായിരുന്നു. വീടിന്റെ മുറ്റത്ത് കാറുകൾ നിരന്നുകിടക്കുന്നു. അതിലൊന്ന് ജയന്റേതായിരുന്നു. ജയനും ഭാര്യയും വിരുന്നിനെത്തിയിട്ടുണ്ട്. പക്ഷെ ജയന്റെ മുഖത്ത് പഴയ ആത്മവിശ്വാസമോ തെളിച്ചമോ ഉണ്ടായിരുന്നില്ല. നരച്ചു തുടങ്ങിയ മുടിയും കണ്ണുകൾക്ക് താഴെയുള്ള കറുപ്പും അയാളിലെ അസ്വസ്ഥതകളെ വിളിച്ചോതുകയായിരുന്നു. കൂടെയുള്ള ഭാര്യയാകട്ടെ മൊബൈലിൽ നോക്കി ആരെയും ഗൗനിക്കാതെയിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ആ മുഖങ്ങളിൽ വ്യക്തമായിരുന്നു. ഉമ്മറത്തിരുന്ന അച്ഛൻ അച്യുതൻ നായരോട് സംസാരിക്കുമ്പോഴും ജയന്റെ കണ്ണുകൾ അസ്വസ്ഥതയോടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നീണ്ടു. താൻ ഉപേക്ഷിച്ച നന്ദന ഇപ്പോൾ എങ്ങനെയിരിക്കുന്നുണ്ടാകും? വീൽചെയറിൽ പരാധീനതകളോടെ കഴിയുന്ന അവളെ കാണുമ്പോൾ തനിക്ക് തോന്നേണ്ട സഹതാപത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് കുപ്പിവളകളുടെ കിലുക്കം കേട്ടു. പാദസരത്തിന്റെ മണിമുഴക്കം അടുത്തുവന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യവതിയായി ഒരു ട്രേയിൽ ആവി പറക്കുന്ന ചായയുമായി നന്ദന ഉമ്മറത്തേക്ക് നടന്നുവരുന്നു. ആ കാഴ്ച കണ്ട് ജയൻ ഇരുന്നയിടത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റുപോയി. വീൽചെയറിൽ കണ്ട ജീവക്ഷവമായിരുന്ന പെണ്ണ് ഇതാ സ്വന്തം കാലിൽ തലയുയർത്തി ഒരു റാണിയെപ്പോലെ നടക്കുന്നു. അവളുടെ നടത്തിന് പഴയതിലും അഴകുണ്ടായിരുന്നു. മുഖത്ത് തെളിഞ്ഞ സമാധാനവും സന്തോഷവും അവളെ കൂടുതൽ സുന്ദരിയാക്കി. നന്ദന ആരെയും നോക്കി പതറിയില്ല. അവൾ പുഞ്ചിരിയോടെ ആദ്യം ചായ നൽകിയത് അച്യുതൻ നായർക്കാണ്. പിന്നെ തൊട്ടടുത്ത് നിന്ന് ഭർത്താവ് സുധിക്കും. സുധി അവളെ നോക്കി അഭിമാനത്തോടെ ചിരിച്ചു. ട്രേയിലെ അവസാനത്തെ ചായക്കോപ്പയുമായി അവൾ ജയന്റെ മുന്നിലെത്തി. ജയൻ തലയുയർത്തി അവളെ നോക്കാൻ പ്രയാസപ്പെട്ടു. ചായ, അവൾ മൃദുവായി പറഞ്ഞു. ജയൻ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവൾക്ക് പഴയ പ്രണയമുണ്ടായിരുന്നില്ല, വെറുപ്പുമുണ്ടായിരുന്നില്ല. വഴിയിൽ കണ്ടുമുട്ടിയ അപരിചിതനോട് തോന്നുന്ന വെറും സഹതാപം മാത്രം. അത് ജയനെ വല്ലാതെ വേദനിപ്പിച്ചു. ദേഷ്യത്തേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു ആ നിസ്സംഗതയ്ക്ക്. താൻ ബാധ്യത എന്ന് പറഞ്ഞു ഉപേക്ഷിച്ച പെണ്ണ് തന്റെ സഹോദരന്റെ സ്നേഹത്തണലിൽ തഴച്ചു വളർന്നിരിക്കുന്നു. അവളുടെ സൗന്ദര്യത്തേക്കാൾ തിളക്കം അവളുടെ വ്യക്തിത്വത്തിനുണ്ടായിരുന്നു. സ്വന്തം സ്വാർത്ഥതയും ഭീരുതയും ഓർത്ത് അയാൾ ആകെ വിയർത്തു. ചായക്കോപ്പ് വാങ്ങുമ്പോൾ അവന്റെ നോട്ടം പാളി. അവൻ കൊണ്ടുവന്ന ഭാര്യയുടെ അഹങ്കാരവും നന്ദനയുടെ വിനയവും തമ്മിലുള്ള അന്തരം അവൻ തിരിച്ചറിഞ്ഞു. സുധി ദൂരെ തൂണിൽ ചാരി നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ജയനെ തോൽപ്പിച്ചതിന്റെ വിജയച്ചിരിയായിരുന്നില്ല, മറിച്ച് തന്റെ പ്രിയതമയുടെ വിജയം കണ്ട് സംതൃപ്തിയുടെ ശാന്തതയായിരുന്നു. കാലം നൽകിയ മറുപടി അവിടെ മൗനമായി മുഴങ്ങി. വൈകുന്നേരം സൂര്യൻ പടിഞ്ഞാറൻ ചക്രവളത്തിൽ ചെഞ്ചായം പൂശി. ജയനും ഭാര്യയും മടങ്ങിപ്പോയി. അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ വടക്കേടത്തെ പഴയ മാധവൻ പിള്ളയുടെ അഹങ്കാരമാണ് തോറ്റുമടങ്ങിയതെന്ന് തോന്നിപ്പിച്ചു. മുറ്റത്തെ പൂവാകമരത്തിന് ചുവട്ടിലൂടെ നന്ദനയും സുധിയും നടക്കുകയായിരുന്നു. ചുവന്ന പൂക്കൾക്കിടയിലൂടെ അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചം അവരുടെ മേൽ വീണു. സുധിയേട്ടാ, നന്ദന അവന്റെ തോളിൽ തല ചായിച്ചു. ഏട്ടൻ ജയേട്ടനോട് ക്ഷമിച്ചില്ലേ? ഇന്ന് അവരോട് അധികം സംസാരിച്ചില്ലല്ലോ. സുധി അവളുടെ കൈ പിടിച്ച് മരച്ചുവട്ടിലെ കൽത്തിട്ടയിലിരുന്നു. ക്ഷമിക്കാൻ എന്തിരിക്കുന്നു നന്ദന, ഞാൻ ആരോടും ദേഷ്യം വെച്ചിട്ടില്ല. പക്ഷെ കാലം എല്ലാവർക്കുമുള്ള മറുപടി കൊടുക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതാണ് കാവ്യനീതി. നിന്നെ എനിക്ക് തന്നതാണ് വിധിയുടെ ഏറ്റവും വലിയ സമ്മാനം. ആ അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിന്നെ കിട്ടില്ലായിരുന്നു. നന്ദന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ബാഹ്യരൂപത്തിലല്ല, ഉള്ളിലെ നന്മയിലാണ് കാര്യമെന്ന് പഠിപ്പിച്ച ജീവിതം. അഹങ്കാരത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കുടിലിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് കിട്ടിയത് സമാധാനമായിരുന്നു. നമുക്ക് പോകാം, അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടാകും. സുധി എഴുന്നേറ്റു. അവർ കൈകോർത്ത് വീട്ടിലേക്ക് നടന്നു. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഒന്നായി നീണ്ടുകിടന്നു. അവിടെ നിഴലുകൾക്കു പോലും സൗന്ദര്യമുണ്ടായിരുന്നു.